വേഗത്തിൽ മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. അതിശക്തമായ മഴ തുടരുന്ന സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുന്നു. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാങ്കുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കടാപ്പള്ളിയിൽ വഞ്ചി മുങ്ങിക്കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ചെറായി സ്വദേശി നിഖലസ് മുരളിയെയാണ് കാണാതായത്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ചെമ്പഴന്തി ആനന്ദേശ്വരത്ത് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 85 വയസ്സുള്ള അമ്മുക്കുട്ടിയും മകൻ അനിൽകുമാറും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഒമ്പതരമണിയാവുമെന്ന് തോന്നുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. ഇവരും കൂടെ കിടന്ന് വിളിച്ചാണ് അറിഞ്ഞത്. ഒരു കട്ട ഒന്ന് എന്റെ കയ്യിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒന്നുമില്ല. എന്തരാണെന്ന് പോലും ഒന്നും അറിയാൻ പാങ്ങില്ല. എനിക്ക് ഇറങ്ങാൻ പെട്ട പാട് ഇവര് വിളി എന്നെ. എനിക്ക് ഇറങ്ങാൻ പാങ്ങില്ല. അതിലെ വരണമെന്നാ എങ്ങനെ ഇറങ്ങണമെന്നാ ഒന്നും അറിഞ്ഞൂടെ. ഞാൻ പിന്നെ നീന്തി കായ് കുട്ടിയൊക്കെ എങ്ങനെ എന്തോ അതിലേ കൂടെ ഇറങ്ങി പോന്നു. ഇനി വന്നതിനൊക്കെ കാണുന്നത് ഞാൻ, അല്ലാതെ ഞാൻ കണ്ടില്ല. ഉറങ്ങിപ്പോയി. നേരത്തെ അങ്ങ് കിടന്ന് ലൈറ്റില്ലാത്തോണ്ട് അങ്ങോട്ട് ചരിഞ്ഞിരുന്നെങ്കിൽ ഒരു പൊടി പോലും എന്നെ കിട്ടൂല. എന്റെ കട്ടിലാണ് അടുത്ത് ചരിച്ചു വെച്ചേക്കുന്നത്. വെമ്പായത്തും മരം വീണ് വീട് തകർന്നു. തേക്കട കാരംകോട് ബീനയുടെ വീടാണ് തകർന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറി കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. മാരായിത്തോട്ടം സ്വദേശി മുരളീധരൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നത്. മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നേരത്തെ ഒഴിഞ്ഞു പോയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇടുക്കി മുള്ളരക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. അംഗൻവാടിയുടെ മേൽക്കൂര തകർന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ടിരുന്ന കാറ് ഒലിച്ചു. ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചേർക്കളയിൽ മണ്ണിടിഞ്ഞു. ഇതോടെ ചേർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. പുറക്കാട് തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകൾ വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ 150 ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത്. 18 വീടുകൾ ഭാഗികമായി തകർന്നു. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 5:55 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 8:45 പുറപ്പെട്ടത്. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിയും വൈകിയാണ് ഓടുന്നത്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം നമുക്ക് പരിശോധിക്കാം. നവമി ദിനേശ് ഉണ്ട്, ഒപ്പം തന്നെ കെ വി ബൈജു, ഒപ്പം ഡാൻ കുര്യൻ, ജി ശ്രീജിത്ത് അടക്കം പ്രിൻസ് ജെയിംസുമുണ്ട്, പി എ സാഗർ അടക്കം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ,